ടു അമൃത വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായാലും ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞാൻ ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടു. ആ രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും അത് കണ്ടപ്പോൾ ഒരു കൊതിയായി. അപ്പോൾ അതേ രീതിയിൽ അവരുണ്ടാക്കുന്ന സെയിം രീതിയിൽ ഞാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. പിന്നെ ടോഫി നമ്മുടെ ഒപ്പം ഉണ്ട്, അവൻ്റെ ആ സൗണ്ട് എഫക്റ്റ് ആട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി കുക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വലിയ അടിപൊളിയായിട്ടൊന്നും അല്ല കേട്ടോ, സാധാ രീതിയിൽ ഇത് തന്നെയാണ്, അല്ലാണ്ട് ഭയങ്കര സ്പെഷ്യലൊന്നും അല്ല. എന്നാലും അവരുണ്ടാക്കുന്ന ആ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. അപ്പോൾ ബാക്ക് യാർഡിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഴ്സാണ്. ഒരുപാട് ഉണ്ടാവാറുണ്ട് സമ്മറിന്. ഡിസംബർ ആകുമ്പോൾ ഇതൊക്കെ പോകും വിൻ്ററിന്. അപ്പോൾ അതാണ് നമ്മുടെ സമ്മറിലൊരു ഹോബി, വെറുതെ പറിച്ച് കഴിക്കാം മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്. ഫോൾ ആവാറായി. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് രാത്രിയാകുമ്പോൾ. അങ്ങനെ കിടിലൻ തണുപ്പൊന്നും അല്ല കേട്ടോ, ചെറിയൊരു തണുപ്പ്. എന്നാലും വെയിലിന് ഒരു കുഴവുമില്ല, നല്ല ടാൻ അടിക്കും. സൺസ്ക്രീൻ ഒന്നും ഇടാണ്ട് കേട്ടോ. പിന്നെ ടോഫിനെയും കൂടെ ജസ്റ്റ് ഒന്ന് വെറുതെ കുറച്ച് നേരം കളിപ്പിക്കുക. അപ്പോൾ ഇത്രയും നേരം അവൻ ആ മതിൽ കയറുന്നുണ്ടായിരുന്നു. കൃത്യം ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ അവൻ കയറുന്നുണ്ടായില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ സമ്മർ ആകുമ്പോൾ ഐസ്ക്രീം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വേറെ കുറേ പേരും ഉണ്ട്, എപ്പോഴും നെയ്ബർഹുഡിൽ ഇങ്ങനെ കറങ്ങി നടക്കും മേടിക്കാനായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ക്യാഷ് മാത്രമേ അവർ എടുക്കുള്ളൂ. $5 $4 എന്തൊക്കെയേ ഉള്ളൂ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗാർലിക്, ജിഞ്ചർ, ടൊമാറ്റോ, അനിയൻ, ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ ലീഫ് ഇതൊക്കെയാണ് എടുക്കുന്നത്. നമ്മുടെ സാധാ സംഭവം തന്നെ, അല്ലാണ്ട് വലിയ പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ചിക്കൻ നല്ല ഐസായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളത് നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യണം. ആ ടൈമിലാണ് നമ്മൾ സവാള അതൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ എണ്ണയിലിട്ട് നല്ല ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പൊടികളൊക്കെയാണ് നമ്മുടെ സാധാ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, കേട്, ഇതൊക്കെയാണ് നമ്മുടെ സാധാ നമ്മൾ നാട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്ന എല്ലാ പൊടികളും ഒരു സ്പൂൺ വെച്ച്. ഉപ്പ് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടത് രീതിയിൽ. അപ്പം ഞാനെല്ലാം കറക്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടാട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പെപ്പറും അതേപോലെ തന്നെ തന്തൂരി മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം വെച്ചു. ആ സമയത്ത് നമുക്കെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ സ്പൈസസ് എടുത്ത് വെച്ചു. നമ്മുടെ അരിയൊക്കെ നമ്മൾ സൈഡിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് അതങ്ങ് ആവട്ടെ. ആ ടൈമിൽ കുറച്ച് ചിക്കൻ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളത്തേക്കായിട്ട്. നമ്മളെല്ലാം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ബട്ട് ഞാൻ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. കാരണം എന്തായാലും നെക്സ്റ്റ് ഡേ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഫ്രീസറിൽ നിന്ന് എടുക്കുക, കഴുകുക, മാരിനേറ്റ് ചെയ്യുക, ഫ്രൈ ചെയ്യുക. അപ്പോൾ ബെറ്റർ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതല്ലേ. നമ്മുടെ അരി അപ്പോൾ സൈഡിലാവുന്ന ടൈമിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഞാൻ പക്ക ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും എന്നെക്കാട്ടും കൂടുതൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, റീൽസ് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനിപ്പോൾ അവർ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്നെക്കാട്ടും കൂടുതൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുൾ വീഡിയോ അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുന്ന ടൈമിൽ അരി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ടോഫിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കണമായിരുന്നു ബിരിയാണി ഒന്ന് ആവാനായിട്ട്. വെറുതെ അവനൊരു രസം, ഇതൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യണതൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഇവനിപ്പോൾ ലിവിങ് റൂമിലാണ് ഇരിക്കണത്, കിച്ചണിലല്ല. അപ്പോൾ അങ്ങനെ അരി വെള്ളത്തിയിട്ടിട്ടുണ്ട്, അരി ഇപ്പോൾ ആകും. അതുപോലെ നമ്മുടെ ചിക്കനും കൂടെ ഇനി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. എന്നിട്ട് വേണം ആ എണ്ണയിൽ നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് വരട്ടാനായിട്ട്. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ഓയിൽ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ വരട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആദ്യമേ പറയാണ്, ഇത് ഭയങ്കര സ്പെഷ്യൽ ബിരിയാണി ഒന്നുമല്ല, ജസ്റ്റ് സാധാ ബിരിയാണി തന്നെയാണ്. ചിലപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന രീതി മേ ബി ഇങ്ങനെ ആയിരിക്കാം. പല പല രീതിയിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനത്തെ രീതിയിലൊന്ന് ഉണ്ടാക്കുന്നു. ചിക്കൻ അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ആയി ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് ആ ഓയിലിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഒന്ന് ആക്കാം. അപ്പോൾ ചിക്കൻ സൂപ്പറായിട്ട് ഫ്രൈ ആയി വന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സൂപ്പറായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് ആ സെയിം എണ്ണയിൽ ഫ്രൈ ചെയ്ത സെയിം എണ്ണയിൽ സോട്ട് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് അനിയൻസ് കൊടുക്കും.
അങ്ങനെ എല്ലാം സോട്ടായി വന്നപ്പോൾ ഞാൻ എഗെയിൻ ഇതിലോട്ട് മസാല ഇട്ടു. എല്ലാം കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു. ഒരു ലോഡല്ല കേട്ടോ, വളരെ കുറച്ച്, ജസ്റ്റ് ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കിട്ടി ഞാൻ നന്നായിട്ട് ഒന്ന് കുറേ നേരം എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടു. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് അത് വന്നു. കറക്റ്റ് ആ ബിരിയാണീൻ്റെ ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണീൻ്റെ ഗ്രേവി സെറ്റായി. അതേപോലെ തന്നെ റൈസും സെറ്റായി. ഇനി ഇത് ദം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് സവാളയൊക്കെ വറുത്തു, മുന്തിരിയൊക്കെ വറുത്തു, മല്ലിയിലേക്ക് മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ബിരിയാണി ഓൾ ഡണ്ണാണ്. സൂപ്പറായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. സൂപ്പറായിട്ട് വരുമെന്ന് വെച്ചാൽ ലൈക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല തുടക്കം തൊട്ട് എൻ്റെ ഒരു. ആകെ ചിക്കൻ ഫ്രൈ മാത്രം കുറച്ച് ടേസ്റ്റ് ചെയ്തു, അത് സൂപ്പറായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിരിക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് അതാവാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ്സ് ഡിന്നറാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ, ഇപ്പോൾ കഴിക്കില്ല. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് പറയാം. രാത്രി ആയപ്പോഴത്തേക്കും ടോഫിയും ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാവരും പുറത്തിരുന്നു. അപ്പോൾ ടോഫി ഇങ്ങനെ നോക്കുന്നതാണ് ആരൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ ഇവിടെ കൂടെ വാക്ക് ചെയ്ത് പോകുന്നുണ്ട്, വേറെ ഇവൻ്റെ ഏതൊക്കെ ഫ്രണ്ട്സ് ഈ വഴി വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാട്ടോ. അപ്പോൾ അങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കണതാണ്. അവൻ്റെ കുഞ്ഞിക്കാലിലാണ് അവൻ ഇത്രയും നിന്ന് അവൻ എല്ലാ കാഴ്ചകളും കാണുന്നത്. യെസ്, ഫൈനലി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ സൂപ്പറായിരുന്നു കാണാനായിട്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഫുഡ് നമ്മൾ എല്ലാം കഴിഞ്ഞു. കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് നമുക്ക് നോക്കാൻ ടേസ്റ്റ് ഉണ്ടോയെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ഫ്രൈ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്നാണ് എൻ്റെ മനസ്സിലെല്ലാം ഇതും. അപ്പോൾ എന്തായാലും കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം ഗൈസ്. എൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ വളരെ കുഞ്ഞു മുറിവാണ്, പക്ഷെ സൂപ്പറാണ് മുറിഞ്ഞ് നല്ല നീറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് മാളവിക ചേച്ചി വാരിത്തരുന്നതായിരിക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മയാണ്. ചേച്ചി കഴിക്കില്ല. എങ്ങനെയാണ്? പക്ഷെ എന്തോ മസാല കൂടിപ്പോയി. പക്ഷെ ലൈക്ക് കഴിക്കാൻ പറ്റില്ല, ബോറാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലത്തെക്കാട്ടും ടേസ്റ്റ് ഇന്നാട്ടോ ഉണ്ടായത്. നല്ലോണം അത് പിടിച്ചു. അപ്പോൾ മസാല കുറച്ച് കൂടിപ്പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു. ഇന്നലെ അത് കഴിക്കാൻ പറ്റാണ്ടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മല്ലിപ്പൊടി എന്തോ കുറച്ച് കൂടിപ്പോയിട്ട്, അപ്പോൾ മല്ലിപ്പൊടി കുറച്ചൊന്ന് കൂടിപ്പോയി. അന്ന് വെച്ചിട്ട് ഹോൾ ബിരിയാണി കോളമായതൊന്നും അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്, ഒരു പക്ക കുക്കിംഗ് വ്ലോഗായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.